hello. So good morning all. Welcome you all to Vipras Vidya. Myself Kavya. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള തിയറി ഓഫ് എംപ്ലോയ്മെൻ്റ് ആണ് ഡീൽ ചെയ്യുന്നത്. അതിലെ കെയ്നീഷ്യൻ വെർഷനാണ് ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ലെറ്റ്സ് എക്സ്പ്ലോർ. കെയ്ൻസ് തിയറി എന്ന് പറയുന്നത് ജനറലി ബിലീവ് ചെയ്യുന്നത് എഫക്റ്റീവ് ഡിമാൻഡിലാണ്. ഇത് റിലേറ്റ് ചെയ്ത് പറയുമ്പോൾ എഫക്റ്റീവ് ഡിമാൻഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആദ്യമായി കൊണ്ടുവന്നത് മാൾത്തസ് ആണ്. എഫക്റ്റീവ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ ആൻ എക്കോണമി ആണ് പറയുന്നത്. പിന്നെ ഇതില് ഇമ്പോർട്ടന്റ് ആയിട്ട് ഉള്ളത് കെയ്ൻസ് എന്ന് പറയുന്ന ബാക്കി എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. കെയ്ൻസ് നാഷണൽ ഇൻകം ഇൻക്രീസിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അതായത് നാഷണൽ ഇൻകം ഓഗ്മെന്റേഷൻ അല്ലെങ്കിൽ നാഷണൽ ഇൻകം വളർന്നാൽ മാത്രമേ നമ്മുടെ രാജ്യത്ത് പുരോഗമനം ഉണ്ടാകുള്ളൂ എന്നുള്ളതാണ് ജെ.എം. കെയ്ൻസ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എഫക്റ്റീവ് ഡിമാൻഡ് എന്ന് പറയുന്നത് മാൾത്തസ് എന്ന് പറയുന്നത് മാൾത്തസിന്റെ കോൺസെപ്റ്റിൽ നിന്നാണ്. മാൾത്തസിന്റെ തിയറി ഓഫ് പോപ്പുലേഷൻ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അത് കൊണ്ടുവന്ന ആ വ്യക്തിയാണ് മാൾത്തസ് എന്ന് പറയുന്നത്, റോബർട്ട് തോമസ് മാൾത്തസ്. അദ്ദേഹത്തിന്റെ തിയറിയിൽ നിന്നുമാണ് കെയ്ൻസ് എന്ത് ചെയ്തത്, എഫക്റ്റീവ് ഡിമാൻഡ് എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് പുട്ട് ഫോർവേഡ് ചെയ്തത്. കെയ്ൻസ് ജനറലി രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ കൊണ്ടുവന്നിട്ട് അഗ്രിഗേറ്റ് ഡിമാൻഡും അഗ്രിഗേറ്റ് സപ്ലൈയും. അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ മക്കളെ എന്താണ്, ടോട്ടൽ ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസിനെയാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അഗ്രിഗേറ്റ് സപ്ലൈ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ്, അതാണ് പറയുന്നത്. ഇനി എഫക്റ്റീവ് ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി നാഷണൽ ഇൻകം അതാണ്, അല്ലെങ്കിൽ നാഷണൽ ഔട്ട്പുട്ട് എന്നും നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും, ഇഫക്റ്റീവ് ഡിമാൻഡിനെ പോസ്റ്റുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് അഗ്രിഗേറ്റ് സപ്ലൈ. അഗ്രിഗേറ്റ് സപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി കുറച്ചുകൂടെ ബ്രോഡർ വെർഷനിലേക്ക് നമ്മൾ നടക്കുകയാണ്. Aggregate supply is the price, aggregate supply price is the cost of production of product and services at a particular level of employment. നമ്മൾ അഗ്രിഗേറ്റ് സപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പെന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഇത്ര കോസ്റ്റ് ആയി, പെൻസിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ ഇത്ര കോസ്റ്റ് ആയി, അങ്ങനെ ഓരോ കമോഡിറ്റീസും പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി എത്ര കോസ്റ്റ് ആയി എന്നുള്ള ഒരു ഗൈഡ് ലൈൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ജനറലി എന്തായിട്ട് വിളിക്കുന്നത്, അഗ്രിഗേറ്റ് സപ്ലൈ എന്നുള്ളത് കൊണ്ട് വിളിക്കുന്നത്. അടുത്ത എന്താ വെച്ചാൽ അഗ്രിഗേറ്റ് ഡിമാൻഡ്. ഇതോടെ വന്നു പോയതാണ് ഇങ്ങനെ. അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ എമൗണ്ട് ഓഫ് മണി ദാറ്റ് ആൻ ഓർഗനൈസേഷൻ എക്സ്പെക്ട് ടു റിസീവ് ഫ്രം ദ സെയിൽ ഓഫ് ഔട്ട്പുട്ട്. ഒരു സാധനം വിൽക്കുന്നതിൽ നിന്നും, അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു സാധനം വിൽക്കുന്നതിൽ നിന്നും നമുക്ക് നമ്മുടെ കൺട്രിക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമല്ലോ, അതിനെയാണ് നമ്മൾ ജനറലി അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അഗ്രിഗേറ്റ് സപ്ലൈ എന്ന് പറഞ്ഞാൽ ഒരു കമോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വരുന്ന കോസ്റ്റിനെയാണ് അഗ്രിഗേറ്റ് സപ്ലൈ എന്നുള്ളതായിട്ട് പറയുന്നത്. ഇനി അഗ്രിഗേറ്റ് ഡിമാൻഡ് അഗ്രിഗേറ്റ് സപ്ലൈയെക്കാളും കൂടുന്ന സിറ്റുവേഷൻ ആകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, പ്രോഫിറ്റ് ആണ് അല്ലെ. അഗ്രിഗേറ്റ് ഡിമാൻഡ് അഗ്രിഗേറ്റ് സപ്ലൈ എന്ന് പറഞ്ഞാൽ കോസ്റ്റ്, അഗ്രിഗേറ്റ് ഇത് എന്ന് പറഞ്ഞാൽ റിട്ടേൺസ് അല്ലെങ്കിൽ നമ്മൾ റവന്യൂ എന്ന് പറയാം. റവന്യൂ കോസ്റ്റിനേക്കാളും കൂടുന്ന സമയത്ത് എന്താണ്, വരുമാനം ചെലവിനേക്കാളും കൂടുന്ന സമയത്ത് എന്താണ്, പ്രോഫിറ്റ് അല്ലേ വരിക. യെസ്, അതാണ് ഇവിടെ അടുത്ത ക്രൈറ്റീരിയ ആയിട്ട് പറഞ്ഞത്. അടുത്തത് നമ്മൾ എല്ലാ ഏരിയാസും ഒന്ന് നമ്മൾ ടച്ച് ചെയ്ത് പോവുകയാണ്. അതായത് MCQ ഏരിയാസ് മാത്രം ടച്ച് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. നമുക്ക് MCQ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയകളാണ് നമ്മളിവിടെ നോക്കുന്നത്. കൺസംഷൻ ഫംഗ്ഷൻ. കൺസംഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നതിന് കെയ്ൻസ് കൺസംഷൻ ഫംഗ്ഷൻ എന്ന് പറയും. കാരണം കെയ്ൻസ് ആണ് അത് പുട്ട് ഫോർവേഡ് ചെയ്തിരിക്കുന്നത്. കൺസംഷൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ കൺസംഷനും ഇൻകവും തമ്മിലുള്ള ഒരു ബന്ധമാണ് ആക്ച്വലി നമ്മളുടെ കൺസംഷൻ ഫംഗ്ഷനിൽ കാണിച്ചു തരുന്നത്. ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകൾ പറയുന്നത് വെച്ചാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. നമ്മൾ പറഞ്ഞില്ലേ, സേവിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷെ കെയ്ൻസ് എന്താണ് പറയുന്നത്, അദ്ദേഹത്തിന്റെ കൺസംഷൻ ഫംഗ്ഷനില് അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇൻകത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സി ആസ് എ ഫംഗ്ഷൻ ഓഫ് വൈ എന്നാണ് പറയുന്നത്. ഇൻകത്തിനാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കെയ്ൻസ് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അഗ്രിഗേറ്റ് റിയൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ സ്റ്റേബിൾ ആണെന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ജനറലി എങ്ങനെയാ, സ്റ്റേബിൾ ആയിട്ടുള്ള കൺസംഷൻ ഫംഗ്ഷൻ ആണ് അല്ലെങ്കിൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആണ്. അതിൽ എന്തില്ലെന്നാണ് പറയുന്നത്, ചേഞ്ചസ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് എന്താ വെച്ചാൽ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ഓർ ദ സ്ലോപ്പ് ഓഫ് ദ കൺസംഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 0യുടെയും 1ന്റെയും ഇടയിലാണ് നിൽക്കുക എന്നാണ് പറയുന്നത്. അതായത് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്ന് പറയുന്നത് അതിന്റെ വാല്യൂ 0ന്റെയും 1ന്റെയും ഇടയിലായിരിക്കും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ MPC പ്ലസ് MPS എന്ന് പറഞ്ഞ് കൂട്ടിയാൽ അത് 1 ആയിരിക്കും. APC പ്ലസ് APS എന്ന് പറഞ്ഞു കൂട്ടിയാലും അത് 1 ആയിരിക്കും. ഇതിന്റെ കൂടുതൽ കോൺസെപ്റ്റുകളിലേക്കൊന്നും നിങ്ങൾ ഇപ്പൊ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് MCQ ആണ്
ചോദിക്കാൻ സാധ്യത ഉള്ളത്. അതുകൊണ്ട് അത് മാത്രം നോക്കിയാൽ